ഫുൾ ഓൺ നമുക്ക് ഫുൾ ഓൺ തന്നെ ഷോറൂമിൽ ഏകദേശം നമുക്ക് 5-6 മാസം തന്നെ ബുക്കിംഗ് ഒക്കെ വരുന്ന ഏറ്റവും ടോപ്പ് ആൻഡ് X7 അത് നമുക്ക് ഏകദേശം 5 ലക്ഷത്തിന് മുകളിൽ വരെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ താർ റോക്സ്. ലോ കിലോമീറ്റർ ആണ്. കൂടെ തന്നെ നമുക്ക് ₹1 പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെന്യൂ ആയിട്ടാണ്. ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് ഡിപ്പെൻസ് ചെറിയ കിലോമീറ്റർ ഓടിയുള്ള ഒരു കിയയുടെ സോണറ്റ്. ഓണത്തിന് വീണ്ടും നമ്മളൊരു വെടിക്കെട്ട് ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു 7 സീറ്റർ ഡീസലില് ലോ കിലോമീറ്റർ ഓടിയുള്ള ഒരു കിഡിലൻ സഫാരി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് എൻഡില് എന്നാൽ ചെറിയൊരു ബഡ്ജറ്റിൽ ഉണ്ടാകാൻ പറ്റുന്ന സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഒരു അടിപൊളി ഒരു ഓട്ടോമാറ്റിക് വാഹനമായിട്ടാണ്. ലോ കിലോമീറ്റർ ഫുൾ ഓണില് അത് നമുക്ക് ലോ മെയിൻ്റെനൻസ് വരുന്ന ഒരു അടിപൊളി SUV. ചെറിയൊരു ഓൾട്ടോ വാഗണറൊക്കെ വാങ്ങുന്ന പ്രൈസിനാണ്. ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്, അതും ട്രാക്ക് ഒക്കെ ഫുൾ ഓൺ തന്നെ. ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് ഡീസലാണ്, നല്ല സ്പേഷ്യസ് ആണ്, നല്ല യാത്രാ കംഫർട്ട് മൈലേജ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ. നമ്മളൊരു അടിപൊളി ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫുൾ ഓണില്. അതേപോലെ തന്നെ നല്ല കംഫർട്ട് ഒക്കെ നോക്കുന്നവർക്ക് യുണീക്ക് ആയിട്ട് ഒരു കിഡിലൻ SUV ആയിട്ടാണ് വന്നിട്ടുള്ളത്. സിട്രൺ C3 എയർക്രോസ്. ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മൾ ഓണത്തിന്റെ അത്യാവശ്യം പ്രീമിയം കളക്ഷന് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. പോസ്റ്റിംഗിലാണ് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അതിൽ നമുക്ക് സെമി പ്രീമിയം വാഹനങ്ങളുണ്ട്, SUV നല്ലൊരു കളക്ഷൻസ് ഉണ്ട്. ഫുൾ ഓണിലൊക്കെ ഒത്തിരി സാധാരണക്കാരുടെ ബഡ്ജറ്റിൽ പറ്റിയുള്ള സബോമീറ്റർ SUV കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു അടിപൊളി പാർട്ടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതേപോലെ പ്രീമിയം വെഹിക്കിൾസ് ഒക്കെ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ചെറിയ ചെറിയ ബഡ്ജറ്റിൽ കൊണ്ടുപോകുന്ന ഒത്തിരി നല്ല വാഹനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പൊ ഇന്ന് നമ്മളെ കൂടെ ഡീറ്റെയിൽസുകളായിട്ട് സജിനെയാണ്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ കറക്റ്റ് പോസ്റ്റിംഗിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം വള്ളോമ്പ്ര അത്താണിക്കലാണ് സ്ഥലം വരുന്നത്. അതായത് പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ ഹൈവേ. അത് കാണുന്നത് നമുക്ക് പാലക്കാട് കാലിക്കറ്റ് ഹൈവേ ആണ്. വള്ളോമ്പ്രം ജംഗ്ഷനിൽ ജസ്റ്റ് ഒരു 300 മീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലെ നമുക്ക് ഷോറൂമുക്ക്. അപ്പൊ നമ്മൾ മലപ്പുറം റൂട്ടിലായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതാണ് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് എൻഡിൽ എന്നാൽ ചെറിയൊരു ബഡ്ജറ്റിൽ ഉണ്ടാകാൻ പറ്റുന്ന സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഒരു അടിപൊളി ഒരു ഓട്ടോമാറ്റിക് വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത്. ഹുണ്ടായുടെ വെന്യൂ ആണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് ഡീറ്റെയിൽസ് വരുന്നത് 2019 മോഡല് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഒരു 50,000 കിലോമീറ്റർ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ലോ കിലോമീറ്റർ വാഹനമാണ്. അതേപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആണ്. അതും നമുക്ക് ഏറ്റവും നല്ല ഫുൾ ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനം. നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് വന്നിട്ടുണ്ട്. റിയറിൽ AC വെന്റ് വരുന്നുണ്ട്. അതേപോലെ റൂഫ് കാര്യങ്ങൾ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. 4 നമുക്ക് ഫുൾ കട്ട ടയേഴ്സ് വരുന്നുണ്ട്. കമ്പനി അലോയ്സ് വരുന്നുണ്ട്. അതേപോലെ പുഷ്പയുടെ സ്റ്റാർട്ടിങ്, ഇലക്ട്രിക്കൽ ജിഫ് മിറേഴ്സ്, അതേപോലെ തന്നെ നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ് ഓട്ടോമാറ്റിക് ആണ്. കമ്പനി ഉൾപ്പെടെ 360 ക്യാമ് കാര്യങ്ങൾ, അതേപോലെ തന്നെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC, അങ്ങനെ A to Z നമുക്ക് ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വിത്ത് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന DCT ഓട്ടോമാറ്റിക്കലി 50,000 കിലോമീറ്റർ 2019 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയില്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഫുൾ ഓണിൽ 7,70,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി. അപ്പൊ നമുക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ₹1 പോലും ഡൗൺ പേയ്മെന്റ് വേണ്ട. 7,70,000 രൂപക്ക് നമുക്ക് ഈ ഒരു ലോ കിലോമീറ്റർ ഡിപ്പെൻസ് നമുക്ക് ചെറിയ കിലോമീറ്റർ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. അടുത്ത വീണ്ടും നമ്മൾ ഒരു നെട്ടിക്കൽ ഓഫർ ആയിട്ടാണ്. ചെറിയൊരു ഓൾട്ടോ വാഗണറൊക്കെ വാങ്ങുന്ന പ്രൈസിനാണ്. ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്, അതും ട്രാക്ക് ഒക്കെ ഫുൾ ഓൺ തന്നെ. ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഒരു മിനി ടൈപ്പ് SUV വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത്. മഹീന്ദ്ര നുവ സ്പോർട്ട്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്? ഇത് മോഡൽ വരുന്നത് 2016 മോഡൽ 17 രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. വെറും 60,000 കിലോമീറ്റർ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. N8 എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. 7 സീറ്റർ ആണ്. കൂടുതൽ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കില് ചെറിയൊരു ബഡ്ജറ്റിൽ അതും ഫുൾ ഓൺ തന്നെ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ് വാഹനം വരുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, പവർ വിൻഡോസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് കമ്പനി അലോയ്സ്, അത്യാവശ്യം 4 ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനം. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? നമുക്കിത് ഓഫറിന്റെ ഭാഗമായിട്ട് വെറും 4,35,000 രൂപയ്ക്ക് നമുക്ക് കൊണ്ടുപോകാം. ഫൈനൽ പ്രൈസ് ആണ്. അതും ട്രാക്ക് ഒക്കെ ഫുൾ ഓൺ മാക്സിമം ലോൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി 7 സീറ്റർ, അതും ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. മാക്സിമം മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. AMT ഗിയർ ബോക്സ് ആണ് വരുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. കൂടെ തന്നെ നമുക്ക് 7 സീറ്റർ ആയി ചെറിയൊരു ബഡ്ജറ്റിൽ, ചെറിയ ബഡ്ജറ്റില് നല്ല ക്വാളിറ്റിയും അതേപോലെ അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള ഒരു SUV ഒക്കെ നോക്കുന്നവർക്ക് ഒരു കിടിലൻ വാഹനമായിട്ട് വന്നിട്ടുള്ളത് റെനോ ക്യാപ്ചർ. ഡീസലാണ്, നല്ല സ്പേഷ്യസ് ആണ്, നല്ല യാത്രാ കംഫർട്ട് മൈലേജ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷന്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2018 മോഡൽ 19 രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓൺഷിപ്പ് ആണ് വരുന്നത്. ഒരു 75,000-80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും അതേപോലെ നല്ല സ്പേഷ്യസ് ആണ്. നല്ല യാത്രാ കംഫർട്ടും
റിയൽ AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. യെസ്, അതും നമുക്ക് ഡിപ്പെൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ തന്നെ പറയാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. സോ എങ്ങനെയായിരുന്നു ഇതിന് റേറ്റ് വരുന്നത്? ഇത് നമുക്കിപ്പോ ഫൈനലായിട്ട് 4,90,000 രൂപയ്ക്ക് നമുക്ക് 490 അല്ലേ? 490. അപ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആണ്. ഇറങ്ങിയ സമയം നോക്കുമ്പോൾ ഏകദേശം പകുതിയിലും കുറഞ്ഞ പ്രൈസിന്, അതും ഡീസലിന് നല്ല ഫീച്ചേഴ്സും നല്ല ബോഡി വെയിറ്റും ക്വാളിറ്റി ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം. 3 മടങ്ങിന്റെ റേറ്റ് വ്യത്യാസത്തിൽ 3-1 പ്രൈസ് ചുരുങ്ങിയിട്ടാണ് നമ്മൾ ഈ പ്രൈസ്. അതും നല്ല ട്രാക്ക് ഫുൾ ഓണിന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം കേട്ടോ. ഓണത്തിന് വീണ്ടും നമ്മളൊരു വെടിക്കെട്ട് ഓഫ് റേറ്റ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ലോ കിലോമീറ്റർ ഫുൾ ഓണില്, അത് നമുക്ക് ലോ മെയിൻ്റെനൻസ് വരുന്ന ഒരു അടിപൊളി SUV. അത് നമുക്ക് ഒരു ഐക്കണിക് ആയിട്ടുള്ള ഒരു വാഹനം, അതും യുണീക്ക് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ഒക്കെ നോക്കുന്നവർക്ക് ഇതാണ് അത്രയും പക്ക കംഫർട്ട് ഒക്കെ ഉള്ള ഒരു അടിപൊളി വാഹനമാണ് ഹോണ്ട എലിവേറ്റ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2023 മോഡൽ 24 രജിസ്ട്രേഷനിൽ സിംഗിൾ ഓൺഷിപ്പുള്ള വണ്ടിയാണ്. വെറും 40,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഏറ്റവും ടോപ്പിന്റെ നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ടോപ്പ് എൻഡില്, അതും സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന, ലോ മെയിൻ്റെനൻസ് വരുന്ന, അത്യാവശ്യം നല്ല മൈലേജും നല്ല കംഫർട്ടും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനം. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? നമുക്ക് ഇത് ഓഫറിന്റെ ഭാഗമായിട്ട് 11,90,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാം. അപ്പൊ പൊട്ടിച്ച പ്രൈസ് ആണ്, ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫർ ആണ്. അതും ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ 1 രൂപ പോലും മുടക്കാതെ നമുക്ക് ഈ ഒരു വാഹനം ഫുൾ ലോണിൽ കൊണ്ടുപോകാം. അപ്പോൾ അതും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. നമ്മളൊരു അടിപൊളി ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫുൾ ലോണിൽ. അതേപോലെ തന്നെ നല്ല കംഫർട്ട് ഒക്കെ നോക്കുന്നവർക്ക് യുണീക്ക് ആയിട്ട് ഒരു കിഡിലും SUV ആയിട്ടാണ് വന്നിട്ടുള്ളത്. സിട്രൺ C3 എയർക്രോസ് ഡോൾട്ടൂണ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. കൂടെ തന്നെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2023 മോഡൽ 24 രജിസ്ട്രേഷൻ സിംഗിൾ ഓൺഷിപ്പ് ഉള്ള വണ്ടിയാണ്. വെറും 25,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ലോ കിലോമീറ്റർ വാഹനമാണ്. അതേപോലെ തന്നെ ഡോൾട്ടൂൺ ആണ്. കൂടാതെ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ യാത്രാ കംഫർട്ടും നല്ല സ്പേഷ്യസും ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. 5-star സേഫ്റ്റി റേറ്റിംഗും കൂടെ വരുന്ന വണ്ടിയാണ്. സേഫ്റ്റി അതേപോലെ കംഫർട്ട് ഒക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് ഒരു ബെസ്റ്റ് ഫാമിലി SUV എന്ന് തന്നെ പറയാം. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? നമുക്കിപ്പോ ചെറിയ റേറ്റിന്, അതായത് 7,90,000 രൂപയ്ക്ക് ഫുൾ ഓണിനുള്ളിൽ നമുക്ക് ഈ വണ്ടി കൂടാം. അപ്പൊ നമുക്കൊരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന ആ ഒരു ആഷ് ബാഗിന്റെ പ്രൈസിന് ഒരു കിട്ടുന്ന SUV ഉണ്ടാവും. അതും ലോ കിലോമീറ്റർ ആണ്, ഫുൾ ഓണിൽ ചേഞ്ച് ചെയ്യാം. ഓണത്തിന് വീണ്ടും നമ്മളൊരു വെടിക്കെട്ട് ഓഫ് റേറ്റ് ആണ് വന്നിട്ടുള്ളത്. ഒരു 7 സീറ്റർ ഡീസലില് ലോ കിലോമീറ്റർ ഓടിയുള്ള ഒരു കിഡിലെ സഫാരി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് മാക്സിമം ലോണ് കാര്യങ്ങളും മാക്സിമം പ്രൈസ് ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഈ ഒരു വാഹനം തരാൻ പോകുന്നത്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 മോഡൽ സിംഗിൾ ഓൺഷിപ്പുള്ള വണ്ടിയാണ്. പറഞ്ഞ പോലെ 21,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള SX പറഞ്ഞ ഏറ്റവും ടോപ്പിന്റെ വേരിയന്റാണ്. പനോറമിക് സൺറൂഫ്, നല്ല ഫീച്ചേഴ്സ് ആണ്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഒരു കോംപ്രമൈസ് ഇല്ലാത്തൊരു വാഹനമാണ്. 7 സീറ്റർ ആണ്, ഡീസലാണ്, ലോ കിലോമീറ്റർ ആണ്. അതും 4 ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉള്ള ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ഡീസൽ 7 സീറ്റർ. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? നമുക്കിപ്പോ ഓണത്തിന്റെ ഓഫറായിട്ട് 13,70,000 രൂപയ്ക്ക് ഫുൾ ലോണിൽ നമുക്ക് ഈ വണ്ടി കൊടുക്കാം. അപ്പൊ അതാണ് ഫുൾ ലോൺ ആണ്. അത് നമുക്ക് ലോ കിലോമീറ്റർ ആണ്, 7 സീറ്റർ ആണ്, ഡീസലാണ്, അതും പനോറമിക് സൺറൂഫ് എടുക്കാം, ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. അപ്പൊ ഈ ഒരു ഓഫർ നിങ്ങൾ മിസ് ചെയ്യേണ്ട. ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറാണ്. മാക്സിമം പ്രൈസ് കുറച്ചിട്ടുള്ള ഒരു ഡീസൽ 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ. വീണ്ടും നമ്മൾ ഒരു സബോമീറ്റർ SUV നോക്കുന്നവർക്ക് ലോ കിലോമീറ്റർ ആണ്. കൂടെ തന്നെ നമുക്ക് 1 രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെന്യൂ ആയിട്ടാണ്. അതും സെക്കൻഡ് ജനറേഷൻ. തുടക്കത്തിൽ നമ്മൾ ഫുൾ ഓണിൽ ഒരു വെന്യൂ ആയിട്ടാണ് തുടങ്ങിയത്. അത് ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇത് ഓട്ടോമാറ്റിക് ആണ്, അതോ മാനുവൽ ആണോ വരുന്നത്? ഇത് മാനുവൽ ആണ് വരുന്നത്. 2024 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് ഉള്ള വണ്ടിയാണ്. അത് ലോ കിലോമീറ്റർ ആണ്. 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, ആൻഡ്രസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് റിയറിൽ AC വെന്റ്, ചാർജിങ് പോയിന്റ്സ്, അത് അത്യാവശ്യം നമുക്ക് കൊടുക്കുന്ന ക്യാഷിന് അത്രയും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള സെക്കൻഡ് ജനറേഷൻ വെന്യൂ ആണ്. വൈറ്റ് ഫിനിഷിംഗ് ആണ്, മാനുവൽ ആണ്, ലോ കിലോമീറ്റർ ആണ്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം? നമുക്കിതിപ്പോ ഓണത്തിന്റെ ഓഫറായിട്ട് 7,90,000 രൂപയ്ക്ക് നമുക്ക് ഫുൾ ലോണിൽ നമുക്ക് ചെയ്യാം. 1 രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ നമുക്ക് ഈ വണ്ടി. അപ്പൊ നമുക്ക് ഇതാണ് ചെറിയ കിലോമീറ്റർ ഒരു സബോമീറ്റർ SUV നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതും ഫുൾ ലോണിൽ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം. അടുത്തൊരു ഓഫർ പ്രൈസിൽ ഒരു സെമി പ്രീമിയം സെഗ്മെന്റിൽ ഒരു ടയോട്ടന്റെ വാഹനം നോക്കുന്നവർക്ക് ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ ഒരു കിടിലൻ വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത്. ടയോട്ടോ കൊറോള ഓൾട്ടിസ്. അത് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു മോഡലാണ്. അതും CVT ഓട്ടോമാറ്റിക്കില് നല്ല കംഫർട്ടും 0 ക്ലൈം വരുന്ന അത്ര 100% നമുക്ക് ഗ്യാരണ്ടി കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. അതൊരു ഓഫർ പ്രൈസിന്. എങ്ങനെയാണ് ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2017 മോഡൽ 18 രജിസ്ട്രേഷൻ സിംഗിൾ ഓൺഷിപ്പ് ഉള്ള വണ്ടിയാണ്. 130 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. അത് A to Z കമ്പനി ലാസ്റ്റ് ഷോറൂം സർവീസ് ആണ് ലാസ്റ്റ് വരെ.
VL ആണ്, അതും VL ആണ് ഏറ്റവും ടോപ്പ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ്, അതും CVT ഓട്ടോമാറ്റിക്കലി ഒരു ക്ലെയിം പോലും ഇല്ല. അത്രയും 100% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വിത്ത് ഫാൻസി നമ്പർ 555 ഒക്കെ നമ്പർ വരുന്ന ഒരു അടിപൊളി വാഹനം അല്ല. 8,90,000 രൂപയ്ക്ക് നമുക്ക് ഫുൾ ഓൺ നമുക്ക് ഇത് ചെയ്യാം. യെസ്, അപ്പോൾ അതാണ് ഓഫർ പ്രൈസ് ആണ്. അത് നമുക്ക് ഫുൾ ഓണിലാണ്. CVT ഓട്ടോമാറ്റിക് VL ഏറ്റവും ടോപ്പ് എൻഡ് 0 ക്ലെയിം ഉള്ള ഒരു അടിപൊളി ടൊയോട്ട കൊറോള ഓൾട്ടിസ്. ഇവിടെ നമ്മൾ 7 സീറ്റർ വാഹനം, അതും ഫുൾ ഓണിൽ ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു ബൊലേറോ നിയോ ആയിട്ട് വേണമെന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ 7 സീറ്റർ വാഹനം, അതും ഫുൾ ഓണിലും അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2024 മോഡൽ സിംഗിൾ ഓൺഷിപ്പിൽ വെറും 50,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഡീസലാണ്, അതും 7 സീറ്റർ ആണ് അല്ലേ? അതെ, ഫുൾ ഓപ്ഷൻ ആണ്. ഏറ്റവും ടോപ്പിന്റെ വേരിയന്റ് ആണ്. ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഒരു വാഹനമാണ്. അത് കമ്പനി അലോയ്സ്, അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഫുൾ ഓണിൽ ഇറക്കാൻ പറ്റുന്ന ഒരു 7 സീറ്റർ വാഹനം. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് ഓണത്തിന്റെ ഓഫർ ആയിട്ട് 8,90,000 രൂപയ്ക്ക് ഫുൾ ഓൺ നമുക്ക് ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ, അതും ചെറിയൊരു ബഡ്ജറ്റില്. എഗെയിൻ ഫുൾ ഓണിൽ ഇറക്കാൻ പറ്റുന്ന നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കിടിലൻ വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത്. MG ഹെക്ടർ, അതും ഓട്ടോമാറ്റിക്കലി ഷാർപ്പ് ഏറ്റവും ടോപ്പ് എൻഡില് ന്യൂ ഫേസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. അത്യാവശ്യം 4 ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. കൊടുക്കുന്ന ക്യാഷിന് വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് എൻഡിൽ ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു കിടിലൻ വാഹനം. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2022 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് ഉള്ള വണ്ടിയാണ്. 70,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. ഷോറൂം സർവീസ് ആണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടൊരു വാഹനമാണ്. അത് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്ങും സ്റ്റിയറിംഗിൽ കൺട്രോൾസും, അത് നമുക്ക് ഫുള്ള് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം എല്ലാം, അതേപോലെ തന്നെ ആംബിയൻ ലൈറ്റിംഗ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. അതും CVT ഓട്ടോമാറ്റിക്കല്. കിലോമീറ്റർ പറഞ്ഞത് ഒരു 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് ഷോറൂം സർവീസ് ആണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പിലാണ് വരുന്നത്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 11,90,000 രൂപയ്ക്ക് ഫുൾ ഓൺ നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു ഓഫർ പ്രൈസ് ആണ്, അതും ഫുൾ ഓൺ ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് CVT ഓട്ടോമാറ്റിക്. ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് ഡിപ്പെൻസ് ചെറിയ കിലോമീറ്റർ ഓടിയുള്ള ഒരു കിയയുടെ സോണറ്റ്, അതും IMT ഗിയർ ബോക്സ്. സോ നമുക്ക് ഓട്ടോമാറ്റിക്കല് പോലെ മാനുവൽ ക്ലച്ച്ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഇന്ത്യയിലൊക്കെ നോക്കിയാൽ എല്ലാ ഹൈ ക്വാളിറ്റി റെസിസ്റ്റിക് കവേഴ്സ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, അതേപോലെ സൺറൂഫ് വരുന്നുണ്ട്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, 2 സൈഡ് എയർ ബാഗ്, ആൻഡ് റെസ്റ്റ്, റിയർ സൈഡ് ആണ് നമുക്ക് AC വെന്റ്, ചാർജിങ് പോയിന്റ്. അത്യാവശ്യം നല്ല സ്പേഷ്യസും നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 സിംഗിൾ ഓൺഷിപ്പുള്ള വണ്ടിയാണ്. 40,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. പിന്നെ IMT ആണ്, HDX ആണ് വേരിയന്റ് വരുന്നത്. ഓക്കെ, എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 8,75,000 രൂപയ്ക്ക് ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം അല്ലെ. ഇന്ന് നമ്മളൊരു പടക്കുതിരയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഷോറൂമിൽ ഏകദേശം നമുക്ക് 5-6 മാസം തന്നെ ബുക്കിംഗ് ഒക്കെ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് AX7, അത് നമുക്ക് ഏകദേശം 5 ലക്ഷത്തിന് മുകളിൽ വരെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ താർ റോക്സ്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഫിറ്റിംഗ്സ് പറയുകയാണെങ്കിൽ തന്നെ അതിന് തന്നെ ഒരു ഫുൾ വീഡിയോ വേണ്ടി വരും. അത്രയും നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളും അതും പക്ക ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസും മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ ഐറ്റം ആണ്. പിന്നെ ഇതിന്റെ നമ്പറാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. 1111 നല്ല ഫാൻസി നമ്പറൊക്കെ അടക്കം വരുന്ന ഒരു അടിപൊളി വാഹനം. ജസ്റ്റ് ഒന്ന് ഒരു എക്സ്റ്റീരിയർ ബാക്ക്ഗ്രൗണ്ട് നടത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വന്നൊരു വാഹനമാണ്. 5 ഫുൾ കട്ട ടയേഴ്സ്, അതേപോലെ നമുക്ക് ലാഡർ യൂസ് ചെയ്തിട്ടുണ്ട്. പ്രാഡിന്റെ ഫ്രണ്ടിലും റിയറിലും നമ്മൾ പിന്നെ ഓഫ് റോഡ് ബമ്പേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ അഡീഷണൽ ആയിട്ട് അലോയ്സ് വന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് എക്സ്റ്റീരിയറിൽ റിയറിൽ നല്ലൊരു കിള്ളം ലാമ്പ് നമുക്ക് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡിഫൻഡർ ബോക്സ് വന്നിട്ടുണ്ട്. അതേപോലെ സൈഡ് ഫുൾ സ്റ്റെപ്പുകൾ, അതേപോലെ തന്നെ ഏകദേശം നമുക്ക് 90,000 നമുക്ക് കോസ്റ്റ് വരുന്ന ഒരു കിള്ളം ലൈറ്റ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. റൂഫിൽ നമുക്ക് ലൈറ്റ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് വാം ലൈറ്റും കാര്യങ്ങളും, അതേപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ, അങ്ങനെ എന്തെല്ലാം നമുക്ക് ഏകദേശം 5 ലക്ഷത്തിന് മുകളിലുള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഈ ഒരു വാഹനം നമ്മളൊരു ഓഫർ പ്രൈസിലാണ് തരാൻ പോകുന്നത്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരാം? ഇത് മോഡൽ ഒരു 2024 മോഡൽ 25 രജിസ്ട്രേഷനിൽ സിംഗിൾ ഓൺഷിപ്പുള്ള വണ്ടിയാണ്. 35,000 കിലോമീറ്റർ മാത്രം ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇപ്പോൾ പറഞ്ഞാൽ 5 ലക്ഷം രൂപയായിട്ട് അടുപ്പിച്ചതിന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് തന്നെ ഇന്റീരിയറിലായി കഴിഞ്ഞാൽ എക്സ്റ്റീരിയറിലായി കഴിഞ്ഞാലുണ്ട്. അതിന് പുറമെ 3 വർഷത്തേക്ക് ഇതിന്റെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസും ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ബെസ്റ്റ് പ്രൈസ്, അതേപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗിന്റെ ക്യാഷ് നമുക്ക് ഇതിൽ വരുന്നില്ല. അതിന് കൂടെ തന്നെ നമുക്ക് ഏകദേശം 5-6 മാസം നമുക്ക് ഷോറൂമിൽ ബുക്കിംഗ് വരുന്ന സാധനമാണ്. ബുക്കിംഗ് വരെ വരുന്ന ഒരു ഐറ്റം ആണ്. അതും ലക്ഷറി ലൈനിലെ ഏറ്റവും ടോപ്പ് എൻഡില് ഡീസൽ ഓട്ടോമാറ്റിക്. ഫുൾ ഓപ്ഷൻ ഏകദേശം 27 ലക്ഷത്തിന് മുകളിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ട് നോക്കുമ്പോൾ ഏകദേശം 4-5 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാം. എക്സ്ട്രാ ഫിറ്റിംഗ്സിന്റെ 5 ലക്ഷം കൂടി കൂട്ടുമ്പോൾ
ടോട്ടൽ ഏകദേശം 10 ലക്ഷത്തിനടുത്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. അത് മാക്സിമം നമുക്ക് ലോണിലും അത് ഒരു ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വെറും 23,25,000 രൂപയ്ക്ക് നമുക്കിത് മാക്സിമം ലോണിലും ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊന്നുണ്ടായിരുന്നു പോസ്റ്റിംഗിലായിരുന്നു. ഒത്തിരി നല്ല വാഹനങ്ങൾ നമുക്ക് മാക്സിമം വിലക്കുറവിൽ ഈ ഒരു ഓണത്തിന്റെ സ്പെഷ്യൽ റേറ്റിലാണ് എല്ലാ വാഹനവും നമ്മൾ പരിചയപ്പെട്ട്. അടുത്തൊരു പ്രീമിയം വെഹിക്കിൾസ് നല്ല ബഡ്ജറ്റ് പ്രൈസിൽ നോക്കുന്നവർക്ക് ഒരു കിടിലം പാർട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതാണ്. അപ്പോൾ വെയിറ്റ് ചെയ്തോളി, മിസ് ചെയ്യേണ്ട. അപ്പോൾ ഈ ഓണത്തിന് നല്ല വെഹിക്കിൾസ്, പ്രീമിയം വെഹിക്കിൾസ് ഒക്കെ നമുക്ക് ചെറിയ ബഡ്ജറ്റിലുണ്ട്. ഫുള്ളോളം ഒത്തിരി വാഹനങ്ങളുണ്ട്. 7 സീറ്റേഴ്സ് ഡീസൽ ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെ ബഡ്ജറ്റ് നോക്കുന്ന ഒത്തിരി നല്ല കളക്ഷൻസ് നമുക്കുണ്ട്. അതും ലോ കിലോമീറ്റർ വാഹനങ്ങളാണ് മിക്ക വാഹനങ്ങളും. മോഡൽ കൂടിയ വാഹനങ്ങളാണ്. 100% ട്രസ്റ്റഡ് ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. പോസ്റ്റിംഗ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ ഒള്ളോമ്പുറത്താണ്. അപ്പോൾ വീഡിയോയിൽ നമ്പർ കണ്ടിട്ടുണ്ടോ, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നു വീണ്ടും കാണാം. റിയാസൻ സജിത് സൈനിങ് ഓഫ്.